നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ആ ഫ്ലോ ഓഫ് കൺട്രോൾ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രോഗ്രാമിൽ ഒരു ഭാഗത്ത് നിന്ന് സ്കിപ്പ് ചെയ്യുക, അങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് എത്തുക, അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്: സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ? ദ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്ക് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യണം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഇഫിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇഫിൻ്റെ ചെറിയൊരു പ്രോഗ്രാം: ടു ഫൈൻഡ് ദ ബെസ്റ്റ് CE സ്കോർ ഫ്രം ദി 3 ഗിവൺ സ്കോർസ്. അതായത് 3 സ്കോറുകൾ തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ ബെസ്റ്റ് സ്കോർ, അതായത് ഏറ്റവും വലിയ സ്കോർ ഏതാണ്, അത് കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? നമ്മളോട് 3 സ്കോർ എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ 3 സ്കോർ എൻ്റർ ചെയ്യും. അതിൽ പിന്നെ എന്താ, ഏതാണ് വലുത് നോക്കിയിട്ട് ഇന്നതാണ് ഹയസ്റ്റ് സ്കോർ അല്ലെങ്കിൽ ബെസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡർ ഫയൽ എഴുതി, #include IOStream യൂസിങ് നെയിം സ്പേസ് STD. അത് കഴിഞ്ഞ് ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് 3 സ്കോർ വേണമെങ്കിൽ 3 സ്കോറിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾ വേണം. പിന്നെ ഫൈനൽ CE എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ, അതൊന്നുമില്ല, ഏതാണ് ഹയസ്റ്റ് അതിനൊന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേരിയബിൾ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരിക്കണേ? ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഷോർട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കണേ. നമ്മളൊരു ഇപ്പോൾ ഇൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ്? 4 ബൈറ്റാണ്. പക്ഷേ നമ്മൾ ഈ CE മാർക്കൊക്കെ നമ്മൾ ആകെ 2 ഡിജിറ്റ് അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 2 ഡിജിറ്റിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ അത്രയും മെമ്മറി സ്പേസ് കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഷോർട്ടിൻ്റെ യൂസ് ചെയ്യണേ. ഷോർട്ടിൻ്റെ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? 4 ബൈറ്റിന് അവിടെ എന്താക്കി മാറ്റും? 2 ബൈറ്റ് ആക്കിയിട്ടേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അധികം മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ ഷോർട്ട് ഇൻറ്റിൽ നമ്മൾ ഏതൊക്കെ ഡിക്ലെയർ ചെയ്തു? CE1 ഒന്നാമത്തെ CE മാർക്ക്, CE2 രണ്ടാമത്തെ CE മാർക്ക്, CE3 മൂന്നാമത്തെ CE മാർക്ക്, ഫൈനൽ CE. ആ ഫൈനൽ CE എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നതാണ് വലുതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കാനുള്ള ഒരു വാല്യൂബിൾ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുകയാണ് COUT-ൽ എൻ്റർ 3 CE സ്കോർസ്. 3 CE സ്കോർസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുക? CIN വെച്ചിട്ടാണ് എൻ്റർ ചെയ്യുക. CIN വഴി CE1, CE2, CE3 3 മാർക്കുകൾ എൻ്റർ ചെയ്തു. ഇനി അടുത്തത് ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി? ഈ 3 എണ്ണത്തിൽ ഏതാണ് വലുതെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ ഇഫിൽ CE1 ഗ്രേറ്റർ ദാൻ CE2. CE1 CE2ൽ ഏതാണ് ഗ്രേറ്റർ? CE1 കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ CEയിലേക്ക് CE1 നമ്മൾ എടുത്തു വെച്ചു. ഇനി അല്ലാത്ത കേസിൽ CE2 ആണ് ഗ്രേറ്റർ എങ്കിൽ അത് ഏതിൽ വരും? എൽസിൽ ഫൈനൽ CE = CE2. അപ്പോൾ ഇഫിൻ്റെ ഉള്ളിൽ ഇത് ട്രൂ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഫൈനൽ CEയിൽ CE1 ആണ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ എൽസിൽ ഫൈനൽ CEയിൽ ആര് വരും? CE2 ആണ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് വരും. ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു വാല്യൂ CE1 CE2 ഫൈനൽ CEയിൽ കയറിയിരിക്കുന്നുണ്ടാവും. ഇനി അടുത്തത് CE3യുടെ കൂടെ നോക്കണ്ടേ? അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു ഇഫിൽ CE3 ഗ്രേറ്റർ ദാൻ ഫൈനൽ CE. നമുക്ക് അവിടെ ഫൈനൽ CEയിൽ ഒരു വാല്യൂബിൾ കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരു സ്കോർ ഉണ്ടായിരിക്കും. അത് CE3നേക്കാൾ ചെറുതാണോ നോക്കണോ? CE3 ഗ്രേറ്റർ ദാൻ ഫൈനൽ CE. ഇവിടെ വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. CE3 ആണോ ഗ്രേറ്റർ, അല്ലെങ്കിൽ അവിടെ കിട്ടിയിട്ടുള്ള ഫൈനൽ CE ആണോ ഗ്രേറ്റർ നമുക്ക് കിട്ടും. ആണെന്നുണ്ടെങ്കിൽ CE3 ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ ഫൈനൽ CE = CE3 എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. ഇനിയിപ്പോൾ CE3 അല്ല ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല, നേരെ അടുത്ത COUT-ലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണോ ഗ്രേറ്റർ അത് കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് COUT-ൽ ഫൈനൽ CE സ്കോർ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ ഫൈനൽ CEയിൽ ഏതാണോ മാർക്കുള്ളത് അതിനവിടെ ഡിസ്പ്ലേ ചെയ്യണം. റിട്ടേൺ 0 പറയുന്നു, പ്രോഗ്രാം എക്സിറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? COUT-ലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അപ്പോൾ എൻ്റർ 3 CE സ്കോർസ് എന്ന് പറഞ്ഞിട്ട് വന്നു. നമ്മൾ 3 സ്കോറുകൾ എൻ്റർ ചെയ്തു: 18, 16, 19.
ഇതിലേതാ ഹയസ്റ്റ് 19 ആണെന്ന് നമുക്കറിയാം, പക്ഷേ അത് ഇൻറ്റേർണലി അവിടെ പ്രോസസ്സിങ് നടക്കണതിനാണ് നമ്മൾ ഇഫ് ഒക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ CE സ്കോർ ഈസ് 19 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും.